എൻ്റെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. ആക്ച്വലി ആ ഒരു റിലീഫ് കിട്ടി എനിക്ക്. രാജകുമാരി കുളിക്കാൻ വേണ്ടിയിട്ട് രാജകുമാരി ഉണ്ടാക്കി കൊടുത്താൻ ചാൻസ്. ആക്ച്വലി ഇത് ഫുള്ള് കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാകാത്തത്. എൻ്റെ ആ മേളിൽ ആ ഒരു ഊജ് വലിക്കണം തൊട്ട് ഇങ്ങോറ്റം വരെ ഈ ഒരു തറ വരെ ഫുള്ള് കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. അതിലെന്തൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇതോ അവിടെ ഉണ്ട്, അവിടെ ഇതുണ്ട്, കുറേ സാധനം കല്ലി കൊത്തി വെച്ചേക്കണം. ഞാൻ ആക്ച്വലി പറഞ്ഞില്ലേ, ഈ സാധനം എനിക്കൊരു ഡൗട്ടാണ്. ഈ സാധനം പണിയണത് AD 8th സെഞ്ച്വറിയിലാണ് ഈ സാധനം പണിയണത്. അന്ന് ഒരു മിഷനും ഇല്ല, ഒരു ഇതുമില്ല. ഇവർ എങ്ങനെയാണ് ഈ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നു തുടങ്ങിയത്? കാരണം ഞാൻ പറഞ്ഞതാണ്ട, ഇവിടെ നിന്ന് ഈ ഒരു വരി മൊത്തവും കൊത്തി വെച്ചിട്ടുണ്ട്, ഈ സൈഡിലും കൊത്തി വെച്ചിട്ടുണ്ട്, ഈ കല്ലൊക്കെ അടുക്കിയിട്ടുണ്ട്. എന്താ ആൻഡ് അവിടേക്ക് ഒരു ഇത് കണ്ട അത് എന്ത് ഈ ഫോണിൽ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞത്. അത് ആക്ച്വലി എന്തൊക്കെ ഉണ്ട് അവിടെ ആ ഒരു ഭാഗത്ത്. ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊത്തി വെച്ച് എല്ലാം ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുക. ആണ്ട ഈ ഒരു കല്ലിൽ ഈ തുള ഇപ്പം എങ്ങനെയായിരിക്കും കൊത്തി വെച്ചത്? ഈ ഒരു കല്ലില് ഈ ഒരു തുള എങ്ങനെ കൊത്തി വരും? ഇത് പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പം ശ്രദ്ധിച്ചിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ട്, ഇവിടെ നമുക്കിങ്ങനെ തൊട്ടൊക്കെ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ മിഷ്യൻ ഉപയോഗിച്ച് തുറന്നെടുക്കണ പോലെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരിതുണ്ട്, ഒരു ചെറിയൊരു പൊങ്ങലുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ നോക്കിയാൽ കാണാം ചെറിയൊരു പൊങ്ങലിങ്ങനെ ഒരു പണി. അതല്ലാതെ വേറെ ഒരു ഇതുമില്ല. അതാണ്ട ഈ കല്ല് എങ്ങനെ അതാണ്ട് ഇവിടെ ഇവന്മാർ കുഴിച്ചെടുത്ത് ഈ ഒരു ഭാഗത്ത്. കാരണം ഇത് അത്രയും വർഷം മുമ്പ് കൊത്തിയെടുത്ത സാധനമാണ്. ഈ പശുവിനെയൊക്കെ കൊത്തി വെച്ചിരുന്നതും ഇത് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പം എന്ത് പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിപ്പം ഈ കല്ലൊക്കെ ഇവന്മാർ എങ്ങനെ തൂക്കിക്കൊണ്ട് വന്നതാണ്. അത്യാവശ്യം നല്ല വലിയൊരു കല്ലാണ്. കണ്ടാ, ഇത് ഇത്രയും അത്യാവശ്യം നല്ലൊരു വലിയൊരു കല്ലാണ്. എങ്ങനെ ഞാൻ ആക്ച്വലി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ കൂടെയൊക്കെ നടക്കുമ്പോഴേ ഞാൻ ആലോചിച്ചു, ഈ കല്ലൊക്കെ ഇവന്മാർ എങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് വെച്ചതാണ്. അതൊക്കെ ഒരു മിസ്റ്ററി പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ഓക്കെ, അതാണ്ട് ഓണം കല്ലിരിപ്പുണ്ട്. അതെ, ഇതൊട്ട് ഏകദേശം എൻ്റെ ഹൈറ്റുമാണ് ഈ കല്ലിന്. ഇത്രയും നീളമൊരു കല്ല. ഓക്കെ, പൊക്കി വയ്ക്കണത് പോട്ട് ഇതെങ്ങനെ കൊണ്ടുവന്നതാണ് ഇവിടെ? ഇത് ഇവിടെ ഇരുന്നതാവാൻ ചാൻസ് ഉണ്ടോ? കാരണം അത് എന്തൊക്കെ വെച്ച് ഇങ്ങനെ പൂശി വെച്ചിരിക്കണൊരു ഫീലിങ് ഇതിലൊക്കെ. അത് ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. സാധനങ്ങൾ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അതെന്താണെന്നുള്ളത്. ആ സൈഡിൽ ഇത് ഏത് സൈഡിൽ പോകാൻ എല്ലാ സൈഡിൽ കൂടെയും വഴി കിടക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു രാജാവിനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് തോന്നുന്നു. ഈ രണ്ട് സൈഡിൽ ഇങ്ങോട്ടും വഴിയുണ്ട്, ഇങ്ങോട്ടും വഴി. ഈ വഴിക്ക് കയറി നമുക്ക് നോക്കാം. അവിടെ എന്തോ
അടിയാണെന്ന് തോന്നുന്നു. ആക്ച്വലി നമുക്ക് ചെറിയൊരു മോശം സമയമുണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ എന്തോ വർക്ക് നടക്കുന്നത് കൊണ്ട് അകത്തേക്ക് കയറ്റി വിടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥലം കുഴപ്പമില്ല. ആക്ച്വലി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എൻട്രി റെസ്ട്രിക്ട്, അതായത് ഇവിടെ എന്തോ പണിയൊക്കെ കിടക്കണമെന്ന് ഇവിടെ കെട്ടിയൊക്കെ ഞാൻ ഇത് അറിഞ്ഞില്ല. ഇത് കുറച്ചാൾ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചില്ല, നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞേ. കാരണം ഇവിടെ ഇപ്പോൾ ഈ ചെറിയ പണി നടക്കണം, നമുക്ക് വെളിയിൽ മാത്രമേ ചുറ്റി കാണാൻ പറ്റത്തുള്ളൂ, അകത്ത് കയറി കാണാൻ പറ്റില്ല. അകത്ത് എന്തൊക്കെയോ ഉണ്ട് എനിക്കറിയാം. കാരണം ഈ സൈഡിൽ കൂടെ എന്തൊക്കെ കാണാം, അവിടെ ആ ഒരു ഭാഗത്ത് എന്തൊക്കെയോ നമുക്ക് അകത്ത് കയറി കാണാൻ ഇപ്പോൾ പറ്റത്തില്ല. ഉണ്ട് on the north base of the shore temple രാജരാജവൻ. ഇത് ഡേറ്റ് 985 to 1014 CE, 26th റീജിയണൽ ഇയർ. അത് എന്തിനാണ് സംഭവം എനിക്ക് വലിയ പിടുത്തമില്ല. ഇത് ആക്ച്വലി വേറെ ഏതോ ഒരു ടെമ്പിളിനെ ഇൻസ്പയർ ചെയ്താണ് ഇവർ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പെട്ടുപോയി. ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് അകത്തൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ നമുക്ക് ഫാമിലിയായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ രാവിലെ തൊട്ട് ഉച്ചവരെയൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് ഇവിടെ വീട്ടുകാരോടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ അകത്തല്ല വെളിയിലൊക്കെ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അകത്ത് കയറി കണ്ട് കറങ്ങി തിരിഞ്ഞൊക്കെ പോകാം. അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല. ദിസ് ഈസ് ഒരു പഴയ ടെമ്പിൾ, കുറച്ച് ഹിസ്റ്റോറിക് പരിപാടികളൊക്കെ ഉള്ള. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂൾ പോലെ എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് രാജകുമാരി കുളിക്കാൻ വേണ്ടിയിട്ട് രാജകുമാരി ഉണ്ടാക്കി കൊടുത്താൻ ചാൻസ്. അല്ല ഇത് അമ്പലമില്ലേ, കൊട്ടാരമാണോ? കൊട്ടാരമല്ല, അമ്പലമാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും, അയ്യോ മറ്റേ തീർത്ഥം കൊടുക്കണമെന്ന് തോന്നുന്നു. സോറി. വേറെ ഇവിടെ വലുതായിട്ടൊന്നും ഞാൻ കേട്ടത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അവിടെ എവിടെ അതോ അവിടെയാണ് എൻട്രി. അവിടെ എന്താ ഇങ്ങനെ കറങ്ങി വരുന്നു, ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്ത് ഫുള്ള് കണ്ട് ചുറ്റി നമ്മൾ ഇതുവഴി തിരിച്ച് വരണം. തിരിച്ച് വീട്ടിൽ പോകണം. പക്ഷെ ഞാൻ ഗൈസ് എന്നെ ഫേക്ക് ചെയ്തതാണ് ആൾക്കാർ. ഞാൻ ആക്ച്വലി കുറേ പേര് പറഞ്ഞതിൻ്റെ അടുത്ത് ഇവിടെ എന്തൊക്കെ കുറേ കാണാനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ സ്ഥലം സെലക്ട് ചെയ്തത്. അല്ലാതെ ഞാൻ ഈ ഷോർട്ട് ടെമ്പിളൊന്നും കാണാൻ വരുന്ന ഒരാളല്ല. പറ്റിച്ച് ഫേക്ക് ചെയ്ത്. ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട്, അതെങ്ങനെ എന്തിനാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആക്ച്വലി ഭയങ്കര ലോ ബഡ്ജറ്റിൽ എങ്ങനെ പോയി വരാം എന്നുള്ളൊരു ഇതിലാണ് ഞാനും ഈ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തത്. അതായത് 1 വീക്ക് ചെന്നൈയിൽ നിൽക്കുകയും വേണം, എന്നാൽ ബോറടിക്കാതെ എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത്. അതായത് നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് വീട്ടുകാരൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്ന് ചില്ലടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതേപോലെ ഇതുകൊണ്ട് അവിടെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താറ്റി ഇരിക്കാൻ മൈൻഡുള്ള വൈബാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഞാൻ ആക്ച്വലി വെളിയിലോട്ട് പോയിട്ട് ഒറ്റ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. പിന്നെ ഇവിടെ കാണാൻ ആനയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇവിടെ വന്നത്. വന്നപ്പം ഇവിടെ ഒന്നുമില്ല. മീൻസ് നമ്മളെ പോലുള്ള പയ്യന്മാർക്ക് ചില്ല് ചെയ്യാൻ പറ്റിയതായിട്ട് ഒന്നുമില്ല. പറഞ്ഞതുപോലെ ഞാൻ ഈ ട്രിപ്പ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പിള്ളേരൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും മൊത്തത്തിൽ വരാൻ പറ്റിയൊരു ട്രിപ്പായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇവിടെയെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര പീസ് മൈൻഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങൾ ആരും ശല്യം ചെയ്യാൻ പാടില്ല, 2-3 മണിക്കൂറത്തേക്ക് നിങ്ങൾ ആരും ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ള മൈൻഡുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. നിങ്ങൾക്ക് ഇവിടെ എത്ര നേരം വേണോ ഇരിക്കാം. അതായത് രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ എൻട്രി ഉള്ളത്.
40 രൂപയാണ് എൻട്രി ഫീസ്. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് നിൽക്കാം. അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വന്നിരുന്ന്, അതായത് ചുമ്മാ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഈ സിറ്റി ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി ഒരു പച്ചപ്പ് എന്നുള്ളൊരിതിൽ നിൽക്കുക. അതായത് ഭയങ്കര പീസ് മൈൻഡ്. ഇത് ഓർത്ത് വെച്ചാൽ ഭയങ്കര പീസ് മൈൻഡ്. ആരും നിങ്ങളെ ശല്യം ചെയ്യാതെ നിങ്ങൾക്ക് ഭയങ്കര പീസായിട്ടിരിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. വേറെ വലുതായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ആ ടെമ്പിളും കാണാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ അവിടെ പണി നടക്കണതുകൊണ്ടാണ് അകത്തോട്ട് വിടാത്തത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമം നിങ്ങളെ അകത്ത് കാണിക്കാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഇനിയൊരു വരാഹ കേവും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് ആക്ച്വലി ഇവിടെ നിന്നൊരു 800 മീറ്റർ സംതിങ്ങേ ഉള്ളൂ. നിങ്ങൾ ചെന്നൈ ചെങ്കൽപ്പട്ട ആ ഏരിയയിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യണവരാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെയാണ്, അതായത് ഷോർ ടെമ്പിൾ. ആക്ച്വലി ഞാൻ വന്നത് വെച്ച് എനിക്ക് കുഴപ്പമില്ല, കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി. ആ ഒരു ഗുണമുണ്ട്. ഞാൻ ആക്ച്വലി സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. ആക്ച്വലി ആ ഒരു റിലീഫ് കിട്ടി എനിക്ക്. ഇനി അടുത്ത് ഞാൻ വരാഹ കേവിലോട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വരാഹ കേവ്. അവിടെ പോയിട്ട് ഞാൻ You're dragging me, it's constantly. No, I won't make a sound.